രാവിലെ വോട്ട് ചെയ്തോ? രാവിലെ മഴയൊക്കെ ആയതുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത്. നേരത്തെ ചെയ്തു പോയാൽ പിന്നെ ആ പണിയില്ലല്ലോ. അതെ അതെ. രാവിലെ വീട്ടിൽ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരൊക്കെ വന്ന് ചെയ്തോ? എല്ലാം ചെയ്തു അല്ലേ? ഒക്കെ ചെയ്തു. അങ്ങനെ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ മഴ ഇന്നിപ്പോ ഒരു കുറവുണ്ടല്ലേ. ഈ പ്രചരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു മൊത്തത്തിൽ? അവിടെയൊക്കെ നല്ലതാ. ആസ്വദിച്ചോ മൊത്തത്തിൽ ഇലക്ഷൻ? ഇല്ലാതെ നല്ല ഇതാ. അതെല്ലേ. വീട്ടിലുള്ള ബാക്കിയുള്ളവരൊക്കെ വന്ന് വോട്ട് ചെയ്തില്ലേ? ഇപ്പൊ ഒക്കെ ഉണ്ട്. എല്ലാവരും വരുന്നുണ്ടല്ലേ? എല്ലാരും കുത്തി രാവിലെ വോട്ട് ചെയ്തു. വോട്ട് ചെയ്ത ആൾ വിജയിക്കട്ടെ കേട്ടോ. വിജയിച്ചട്ടെ. ഇപ്പൊ നമ്മള് ചെയ്യുന്നത്. അങ്ങനെ വോട്ടർമാർ രാവിലെ എല്ലാവരും മഴയാണെന്നുണ്ടെങ്കിലും മഴ രാവിലെ ചെറുതായിട്ടൊന്ന് മാറിയിരിക്കുന്നുണ്ട്. മഴയാണെന്നുണ്ടെങ്കിലും രാവിലെ എന്തായാലും ആൾക്കാർ വോട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. 8.1 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോളിംഗ് ശതമാനം ഇവിടെ ഭയങ്കരമായി നിർണായകമാണ്. 76.6 ആയിരുന്നു കഴിഞ്ഞ തവണ. അത് 2016 വന്നപ്പോൾ ഏതാണ്ട് 78 അടുപ്പിച്ച് വന്നിരുന്നു. അപ്പോൾ ഇത്തവണ അതിൽ കുറയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്ന സമയത്തൊന്നും കാര്യമായിട്ട് അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നല്ല മഴയുണ്ട്. മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഞ്ഞു പെയ്തു. ഇപ്പോൾ മഴ കോളുണ്ട്, മഴ പെയ്യുന്നില്ല. പക്ഷേ വോട്ടർമാർ മഴയൊന്നും അവരെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ വോട്ട് ചെയ്തിട്ട് മടങ്ങുകയാണ്. എന്തായാലും അതിഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ് നിലമ്പൂരിലെ പോളിംഗ്. ജിൽസി സൈഫുദ്ദീൻ. ഒരു മഴയ്ക്കും കെടുത്താനാകാത്ത ആവേശമായിരുന്നു പ്രചാരണ കാലത്ത് നമ്മൾ കണ്ടത്. ഇന്നും ഇപ്പോൾ വോട്ടെടുപ്പിന്റെ ദിവസവും ചെറിയ ചാറ്റൽ മഴയുണ്ട്. സൈഫിന്റെ ഫ്രെയിമിലും സാജിദിന്റെ ഫ്രെയിമിലും ഒക്കെ നമുക്കത് മനസ്സിലാകുന്നുണ്ട് ആ ചാറ്റൽ മഴയുടെ ഒരു ശബ്ദം. പക്ഷേ ആ ചാറ്റൽ മഴയ്ക്ക് കെടുത്തിക്കളയാൻ കഴിയുന്ന ഒരു ആവേശമോ താല്പര്യമോ പ്രതികരണമോ അല്ല നമ്മൾ ഈ ഫ്രെയിമുകളിൽ, വിവിധ ബൂത്തുകളിൽ നിന്നുള്ള ഫ്രെയിമുകളിൽ കാണുന്നത്. വലിയ ആവേശം പ്രകടമാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 8.11% നിലമ്പൂരിലെ പോളിംഗ്. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 മണിക്കൂറിലെ പോളിംഗ് ആകുന്നു. ആദ്യത്തെ 2 മണിക്കൂറിലെ പോളിംഗ്, ഔദ്യോഗിക പോളിംഗ് ശതമാനം പുറത്ത് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും അതും കൂടെ അല്പസമയത്തിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നേരത്തെ VS ജോയ്, DCC അധ്യക്ഷൻ VS ജോയ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് തണ്ണിക്കടവ് പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ അത് തകരാറിലായതുമായി ബന്ധപ്പെട്ടാണ് കുറച്ചധികം